ഏറ്റവും ഒടുവിൽ നടന്ന മത്സര വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് നമ്മൾ ഇന്നത്തെ സൗഹർ ഗാല. ആവേശകരമായ മത്സരത്തിനൊടുവിൽ മെക്സിക്കോയെ വീഴ്ത്തി ഇംഗ്ലണ്ട് അവസാന എട്ടിലെത്തി. 2-നെതിരെ 3 ഗോളിനാണ് ഇംഗ്ലണ്ടിന്റെ ജയം. 54-ാം മിനിറ്റിൽ 10 പേരായി ചുരുങ്ങിയ ഇംഗ്ലണ്ട് ജയം പിടിച്ചെടുക്കുകയായിരുന്നു. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു മനീഷ് ഇന്നത്തെ മത്സരം? സെതു, ഗുഡ് മോർണിംഗ്. അതിമനോഹരമായ അല്ലെങ്കിൽ ഒരു ത്രില്ലർ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മെക്സിക്കോ ഇംഗ്ലണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് മെക്സിക്കോയിലെ മത്സരം നടക്കുന്നത് മെക്സിക്കോ സിറ്റിയിലെ ഗ്രൗണ്ടിലായിരുന്നു. അതെന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരമുള്ള സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുമ്പോൾ ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ശ്വാസതടസ്സം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഇംഗ്ലണ്ട് താരങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അതുമാത്രമല്ല, അതിന് മുന്നോടിയായിട്ട് മെക്സിക്കോ ഫാൻസിൻ്റെ വകയായിട്ടുള്ള വളരെ രീതിയിലുള്ള പ്രകോപനപരമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇംഗ്ലണ്ടിന് നേരിടേണ്ടി വന്നിരുന്നു. അതൊക്കെ തന്നെ മാറ്റിവെച്ച് കളത്തിൽ വൻ പോരാട്ടമാണ് മെക്സിക്കോയായിട്ട് ഇംഗ്ലണ്ട് നടത്തിയത്. ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകൾ ഇംഗ്ലണ്ട് വലയിലാക്കി. ജൂഡ് ബെല്ലിംഗാമാണ് 2 ഗോളുകൾ നേടിയത്. അത് 2 മിനിറ്റിനിടയിൽ 2 ഗോളുകൾ നേടി ഒരു 2 ഗോളിന് ലീഡ് എടുക്കുന്നു. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് മെക്സിക്കോ ഒരു ഗോൾ മടക്കുന്നു. അങ്ങനെ 2-1 എന്ന സ്കോറിനാണ് രണ്ടാം പകുതി ആരംഭിക്കുന്നത്. രണ്ടാം പകുതി ആരംഭിച്ച് മത്സരം പുരോഗമിക്കുന്നതിനിടയിൽ 54-ാം മിനിറ്റിൽ ഒരു റെഡ് കാർഡ് ഇംഗ്ലണ്ടിന് ലഭിക്കുന്നു. അതോടുകൂടി തന്നെ മത്സരം ഇംഗ്ലണ്ടിൻ്റെ കൈവിട്ട് പോകുമെന്നൊരു കാര്യങ്ങളിലേക്ക് മാറുന്നു. പക്ഷേ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷവും ഇംഗ്ലണ്ട് ഒരു ഗോളും കൂടി നേടി 3-1 നിലയിലേക്ക് മുന്നിലേക്ക് വരുന്നു. പിന്നീട് വീണ്ടും മെക്സിക്കോ ഒരു ഗോൾ കൂടെ മടക്കി 3-2 എന്ന നിലയിലേക്ക് വരുന്നു. പിന്നീട് അവിടെ നിന്ന് നിശ്ചിത സമയത്തിൻ്റെ 36 മിനിറ്റും ഇഞ്ചുറി ടൈമിൽ ലഭിച്ച 10 മിനിറ്റും കൂടെ അടക്കം, അതായത് 46 മിനിറ്റ് മെക്സിക്കോയുടെ ഒരു അറ്റാക്കിനെ മുഴുവൻ ഇംഗ്ലണ്ട് നേരിട്ടത് കേവലം 10 പേരെ കൊണ്ട് മാത്രമാണ്. ആ 10 പേരെ കൊണ്ട് ഇംഗ്ലണ്ട് കെട്ടിയ ഒരു പ്രതിരോധ കോട്ട തന്നെയായിരുന്നു ഈ മത്സരത്തിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. നേരത്തെ 2 ഗോൾ നേടി ജൂഡ് ബെൽഗാം പലപ്പോഴും ഗോൾ ലൈൻ സേവുകൾ അടക്കം നടത്തി ഇംഗ്ലണ്ടിനെ രക്ഷിക്കുന്നത് കണ്ടു. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ അടക്കം പ്രതിരോധത്തിലേക്ക് ഇറങ്ങി ഇംഗ്ലണ്ടിന് വേണ്ടി പോരാടുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മെക്സിക്കോയുടെ അറ്റാക്ക്, മെക്സിക്കോ വലിയ രീതിയിൽ ഇംഗ്ലണ്ടിൻ്റെ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറിയപ്പോഴും അവിടെ ഇംഗ്ലണ്ട് ഒരു പ്രതിരോധ കോട്ട കെട്ടി ആ ഒരു മത്സരത്തിൽ നിന്ന് വിജയവുമായി മുമ്പോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നോർവേ ആണ് ക്വാർട്ടറിൽ എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ. അതും ഒരു ശക്തമായ മത്സരം തന്നെയായിരിക്കും. എന്തായാലും 10 പേരായി ചുരുങ്ങിയിട്ടും പോരാട്ടവീര്യം ഒട്ടും ചോരാതെ പരിചിതമല്ലാത്ത ഒരു കാലാവസ്ഥയിലും ഇംഗ്ലണ്ട് കാഴ്ചവെച്ച പ്രകടനം അതിമനോഹരമായിരുന്നു. അങ്ങനെ 3-2 എന്ന സ്കോറിന് ഇംഗ്ലണ്ട് ജയം സ്വന്തമാക്കി ക്വാർട്ടറിലേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ മനീഷ്, ശരി.